ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ബ്രാൻഡർ ക്രൂക്ക്മാൻ മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. ക്രൂക്ക്മാൻ മോഡലിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതും ഇതുമായിട്ട് ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. ഒരു സബ്സ്ക്രൈബർ ഓൾറെഡി എന്നോട് ചോദിച്ചതാണ് എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന്. ഓക്കെ, അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബ്രാൻഡർ ക്രൂക്ക്മാൻ മോഡൽ 1983. നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ ബ്രാൻഡർ ക്രൂക്ക്മാൻ മോഡൽ 1983 ഈസ് എ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് തിയറി. അത് ഇന്റർനാഷണൽ ട്രേഡ് തിയറിയിലെ ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് എക്സാമിൻസ് സ്ട്രാറ്റജിക് ട്രേഡ് പോളിസി. അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ട്രേഡ് പോളിസി, അതായത് ട്രേഡ് നയങ്ങളില്ലേ, അത് എങ്ങനെയാണെന്ന് ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്, അത് എക്സാമിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൗ ഗവൺമെൻറ്റ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ഇൻ ഇൻഡസ്ട്രീസ് വെയർ ഫേംസ് ഹാവ് മാർക്കറ്റ് പവർ. അതായത് ഫേംസിന് മാർക്കറ്റ് പവറുള്ള ഇൻഡസ്ട്രീസ് ഇല്ലേ, അവിടെ ഗവൺമെൻറ്റിന് എങ്ങനെ ഈ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ ഒരു സ്വാധീനം ചെലുത്താം എന്ന കാര്യം ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ രണ്ട് എക്കണോമിസ്റ്റുകൾ ചേർന്നാണ്, ജെയിംസ് ബ്രാൻഡറും പോൾ ക്രൂക്ക്മാനും. ഓക്കെ, ആൻഡ് ഈസ് especially relevant in the context of oligopolistic market. അതായത് ഫ്യൂ ലാർജ് ഫേംസ് ഓപ്പറേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ആണ് ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ കാർ ഇൻഡസ്ട്രി ഇല്ലേ. അപ്പം അത് കുറച്ച് ഫേംസ്, കാർ ഇൻഡസ്ട്രിയിൽ വരുന്ന കുറച്ച് ഫേംസേ ഉള്ളൂ. ആ ഉള്ള ഫേമുകളെല്ലാം നല്ല സൗണ്ട് ആയിട്ടുള്ള ലാർജ് ഫേംസ് ആണ്. അതാണ് പറയുന്നത് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് വേർ എ ഫ്യൂ ലാർജ് ഫേം ഡോമിനേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ തിയറി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്ത കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് ദ ബ്രാൻഡർ ക്രൂക്ക്മാൻ മോഡൽ. അതിൽ ഒന്നാമത്തെ ഒളിഗോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. ഇതിൽ ഈ പാരഗ്രാഫ് പറയുന്നത് അതിൻ്റെ ഈ ഒളിഗോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണെന്ന് മാത്രമാണ് കേട്ടോ. അതായത് അതിൻ്റെ പ്രത്യേകത ആയതുകൊണ്ട് ഇപ്പം ദ മോഡൽ ഫോക്കസസ് ഓൺ ഇൻഡസ്ട്രീസ് വെയർ ദർ ആർ ഓൺലി ഫ്യൂ ലാർജ് ഫേംസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കമ്പീറ്റിംഗ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. അതാണ് ഒളിഗോപോളി എന്ന് പറയുന്നത്. ദീസ് ഫേംസ് എൻഗേജ് ഇൻ സ്ട്രാറ്റജിക് ഇൻട്രാക്ഷൻസ്. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർ ഇൻട്രാക്ഷനിൽ എത്തിച്ചേരുന്നുണ്ട്. മീനിങ് ദ ഡിസിഷൻസ് ഓഫ് വൺ ഫേം affect and are affected by the decisions of others. അതായത് ഒരു ഫേം എടുക്കുന്ന തീരുമാനം മറ്റ് ഫേമിനെ ബാധിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഒളിഗോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് അവിടെ കോർണറ്റ് കോമ്പറ്റീഷൻ എന്നൊരു സംഭവം ഉണ്ടാകുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടാമത് പറയുന്നത് കോർണറ്റ് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ദ മോഡൽ അസ്യൂംസ് ഫേംസ് എൻഗേജ് ഇൻ കോർണറ്റ് കോമ്പറ്റീഷൻ. അതായത് വേർ ദേ ചൂസ് ദെയർ ഔട്ട്പുട്ട് ലെവൽസ് സൈമുൾട്ടേനിയസ്ലി വിത്തൗട്ട് കൊള്യൂഡിങ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കാതെ ഒരു പരസ്പര ധാരണയിൽ അവരുടെ ഔട്ട്പുട്ട് ഒരുമിച്ച് കൂട്ടും. എല്ലാവർക്കും ലാഭം കിട്ടുന്ന രീതിയിൽ അവർ രഹസ്യമായിട്ടൊരു ധാരണ അവർ ഈ ഫേമുകൾ തമ്മിലുണ്ടാവും. അപ്പോൾ ഈച്ച് ഫേം ഡിസൈഡ്സ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ബേസ്ഡ് ഓൺ ദ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഓഫ് ഇറ്റ്സ് റൈവൽ. അതായത് എതിരാളി ഫേമിൻ്റെ ഔട്ട്പുട്ടിൻ്റെ അതിന് അനുപാതികമായിട്ടായിരിക്കും, അതിനനുസരിച്ചായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. എയിമിങ് ടു മാക്സിമൈസ് ഇറ്റ്സ് ഓൺ പ്രോഫിറ്റ്. അതായത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരുടെയും പ്രോഫിറ്റ് കൂടുന്ന രീതിയിൽ, അതായത് അവർ തമ്മിലൊരു കൊള്യൂഡിങ് ഉണ്ടാവും, അതായത് ഒരു പരസ്പര ധാരണ ഉണ്ടാവും. അടുത്ത 3ഉം 4ഉം കീ ഫീച്ചേഴ്സിൽ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ് പറയാൻ പോണത്. ഓക്കെ, അത് ഗവൺമെൻറ് എങ്ങനെയാണ് ഈ ട്രേഡിനെ സ്വാധീനിക്കുന്നത് നോക്കാം. അതായത് ഒന്നാമത്തത് ട്രേഡ് പോളിസി ഇൻ്റർവെൻഷനാണ്. ആ ട്രേഡ് പോളിസി അതിൽ ഇൻ്റർവെയിൻ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഈ ട്രേഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. ദ കോർ ഇൻസൈറ്റ് ഓഫ് ദ ബ്രാൻഡർ ക്രൂക്ക്മാൻ മോഡൽ ഈസ് ദാറ്റ് എ ഗവൺമെൻറ് ക്യാൻ ഇംപ്രൂവ് ദ കോമ്പറ്റിറ്റീവ് പൊസിഷൻ ഓഫ് ഇറ്റ്സ് ഡൊമസ്റ്റിക് ഫേംസ്. അതായത് ആ ഓരോ കൺട്രിയുടെയും ഡൊമസ്റ്റിക് ഫേംസിൻ്റെ കോമ്പറ്റിറ്റീവ് പൊസിഷനെ ആർക്ക് സ്വാധീനിക്കാൻ കഴിയും, അതാത് ഗവൺമെൻറ് സ്വാധീനിക്കാൻ കഴിയും. എങ്ങനെയാണ്? ബൈ ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജിക് ട്രേഡ് പോളിസീസ്. അതായത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ട്രേഡ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ ടാരിഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട്. അപ്പം ദിസ് ക്യാൻ ഇൻക്ലൂഡ് സബ്സിഡീസ്. അതായത് അതിൽ സബ്സിഡീസ് വരും, മനസ്സിലായില്ലേ? അതായത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഫേമുകളെ പ്രേരിപ്പിക്കും. അപ്പോൾ ആ ഡൊമസ്റ്റിക്കലി ആ ഉൽപ്പന്നത്തിൻ്റെ കൂടുതൽ ലഭ്യത ഉണ്ടാവുകയും അവർ ആ ഉൽപ്പന്നം കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ലെവലിൽ എത്തുകയും ചെയ്യും. ഓക്കെ, ഫോർ ഡൊമസ്റ്റിക് ഫേംസ് ഓർ ടാരിഫ്സ് ഓൺ ഫോറിൻ കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഫോറിൻ കോമ്പറ്റീറ്റേഴ്സിന് ടാരിഫ് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു പോളിസി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അടുത്തത് എക്സ്പോർട്ട് സബ്സിഡീസ് ആണ്. എന്ന് വെച്ചാൽ ദ മോഡൽ ഷോസ് ദാറ്റ് ഇൻ സർട്ടൻ ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്ട് സബ്സിഡി ക്യാൻ, അതായത് എക്സ്പോർട്ട് സബ്സിഡി, ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുന്നതിൽ സബ്സിഡി കൊടുക്കുന്നത് ക്യാൻ ഷിഫ്റ്റ് പ്രോഫിറ്റ്സ് ഫ്രം ഫോറിൻ ഫേംസ് ടു ഡൊമസ്റ്റിക് ഫേംസ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഫോറിൻ ഫേമിൽ നിന്ന് ഡൊമസ്റ്റിക് ഫേമിലേക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രോഫിറ്റ് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബൈ സപ്പോർട്ടിങ് ഇറ്റ്സ് ഓൺ ഫേംസ്. അപ്പം ഓൺ ഫേമിനെ അവിടെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതിലൂടെ. അപ്പം എ ഗവൺമെൻറ് ക്യാൻ എനേബിൾ ദം ടു പ്രൊഡ്യൂസ് മോർ. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഗവൺമെൻറ്റിന് ഈ ഓൺ ഫേംസിനെ, അതായത് ഡൊമസ്റ്റിക് ഫേംസിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേപ്പബിൾ ആക്കാം. അപ്പം ക്യാപ്ചർ എ
ലാർജർ മാർക്കറ്റ് ഷെയർ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊരു വലിയൊരു മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഇൻ്റർനാഷണൽ ആയിട്ട് വിൽക്കുമ്പോഴത്തേക്ക് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇൻക്രീസ് നാഷണൽ വെൽഫെയർ. അപ്പോഴത്തേക്ക് ഇവിടെ നാഷണൽ വെൽഫെയർ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഹൗ ദ ബ്രാൻഡർ ക്രൂക്ക്മാൻ മോഡൽ വർക്ക്സ്. അത് ഈ എക്സാമ്പിളിലൂടെ ഈ മോഡൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അതിൽ ഇമാജിൻ 2 ഫേംസ്, 2 ഫേംസ് ആണ് ഉള്ളത്. ഫേം എ ഇൻ കൺട്രി എ, അതായത് കൺട്രി എയിലുള്ള ഫേമാണ് ഫേം എ, കൺട്രി ബിയിലുള്ള ഫേമാണ് ഫേം ബി. ഓക്കെ, ഇപ്പം കമ്പീറ്റിംഗ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്, അവർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കമ്പീറ്റ് ചെയ്യുകയാണ്. 2 ഫേമേ ഉള്ളൂ. ഓക്കെ, വിത്തൗട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, അത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ഇല്ലാതെ ഇവർ കമ്പീറ്റ് ചെയ്യുകയാണ്. ബോത്ത് ഫേംസ് ഡിസൈഡ് ഓൺ ദെയർ ഔട്ട്പുട്ട് ലെവൽ ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് 2 ഫേമും അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാതെ അവർ കമ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ബിക്കോസ് ദേ ആർ ഇൻ ഒളിഗോപൊളിസ്റ്റിക് സെറ്റിംഗ്, അതായത് ഇവർ ഒളിഗോപൊളിസ്റ്റിക് സെറ്റിംഗ് ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പീറ്റ് ചെയ്യുന്നത്. കാര്യം 2 ഫേംസിലുള്ള എ ഫ്യൂ ഫേംസ്, അപ്പോൾ അവിടെ ഒളിഗോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ദ ഡിസിഷൻ ഓഫ് വൺ ഫേം ഇൻഫ്ലുവൻസ് ദ അതർ. അപ്പോൾ ഒരു ഫേമിൻ്റെ ഡിസിഷൻ മറ്റ് ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നു. ഫേം എയുടെ തീരുമാനം ഫേം ബിയെ ബാധിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇഫ് കൺട്രി എ പ്രൊവൈഡ്സ് ആൻ എക്സ്പോർട്ട് സബ്സിഡി ടു ഫേം എ, അതായത് ഫേം എ കൺട്രി എയിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ കൺട്രി എ ഫേം എക്ക് ഒരു എക്സ്പോർട്ട് സബ്സിഡി കൊടുക്കുകയാണ്. സബ്സിഡി എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ. അപ്പോൾ അവരുടെ കോസ്റ്റ് കുറയും. ഓക്കെ, ഇറ്റ് റെഡ്യൂസസ് ഫേം എസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അവരുടെ ഉൽപ്പാദന ചിലവ് കുറയും. ദിസ് അലൗസ് ഫേം എ ടു ലോവർ ഇറ്റ്സ് പ്രൈസ്. അപ്പം ഈ കുറഞ്ഞ ചിലവിൽ ഉൽപ്പാദിപ്പിക്കുമ്പോഴത്തേക്ക് അവർക്ക് കുറഞ്ഞ ചിലവിൽ ഉൽപ്പന്നം വിൽക്കാൻ കഴിയും. ഓർ ഇൻക്രീസ് ഇറ്റ്സ് ഔട്ട്പുട്ട്, അതായത് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനും കഴിയും. ദെയർ ബൈ ക്യാപ്ചറിങ് എ ലാർജർ ഷെയർ ഓഫ് ദ മാർക്കറ്റ്, അതായത് മാർക്കറ്റിൻ്റെ ഒരു ലാർജർ ഷെയർ അവർക്ക് ക്യാപ്ചർ ചെയ്യാനും കഴിയും. ഓക്കെ, ഇൻ റെസ്പോൺസ്, അപ്പോൾ ഇതിനോട് പ്രതികരിക്കുന്നത് ഫേം ബി അല്ലേ. ഫേം ബി എന്ത് ചെയ്യും? ഫേം ബി മേ റെഡ്യൂസ് ഇറ്റ്സ് ഔട്ട്പുട്ട്, അവരുടെ ഔട്ട്പുട്ട് കുറയ്ക്കും. കാര്യം ഇവരുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ എ എന്നുള്ള ഫേമിന് കൺട്രി എ ഒരുപാട് സബ്സിഡി കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അതായത് യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണലി ഒരു ഫേമിന് ഒരു എക്സ്പോർട്ട് ഉൽപ്പന്നം, അതായത് ഒരു സാധനം കയറ്റുമതി ചെയ്യുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്നതിന്, അതായത് സബ്സിഡി കൊടുക്കുന്നതിന് ഇൻ്റർനാഷണലി ഒരു വിലക്കുണ്ട്. വിലക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ സബ്സിഡി കൊടുക്കരുതെന്നാണ്. അത് മറ്റൊരു കാര്യം. ഓക്കെ, അത് ഞാൻ എൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഫേം ബി മേ റെഡ്യൂസ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അപ്പം ഇതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഫേം ബി അവരുടെ ഔട്ട്പുട്ട് കുറയ്ക്കും. സിൻസ് ഇറ്റ് കനോട്ട് കമ്പീറ്റ് എഫക്റ്റീവ്ലി അറ്റ് ദ സെയിം കോസ്റ്റ് സ്ട്രക്ചർ, അതായത് മറ്റ് ഫേം എയുടെ കോസ്റ്റ് സ്ട്രക്ചർ കുറവാണ്, അവരോട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവരുടെ ബി എന്ന ഫേം ഇവരുടെ ഔട്ട്പുട്ട് കുറയും, അവർ കുറച്ച് ഉൽപ്പാദിപ്പിക്കും. ലീഡിങ് ടു എ ഷിഫ്റ്റ് ഇൻ പ്രോഫിറ്റ് ഫ്രം ഫേം ബി ടു എ. അപ്പോഴത്തേക്ക് ഈ ഫേം ബിയിൽ നിന്ന് ഫേം എയിലേക്ക് എന്ത് ചെയ്യും? ആ പ്രോഫിറ്റിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ദ സബ്സിഡി ക്യാൻ ഇൻക്രീസ് ദ ഓവറോൾ വെൽഫെയർ ഓഫ് കൺട്രി എ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കൺട്രി എയിലെ സബ്സിഡി കൊടുത്തു, അപ്പോൾ അവരുടെ ഓവറോൾ വെൽഫെയർ അവിടെ കൂടുകയാണ്. അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടി. ബൈ ബൂസ്റ്റിംഗ് പ്രോഫിറ്റ്സ് ഓഫ് ഇറ്റ്സ് ഡൊമസ്റ്റിക് ഫേം. ആ ഡൊമസ്റ്റിക് ഫേമിൻ്റെ പ്രോഫിറ്റ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കുറേ വെൽഫെയർ കിട്ടി. ഈവൻ ആഫ്റ്റർ അക്കൗണ്ടിങ് ഫോർ ദ കോസ്റ്റ് ഓഫ് ദ സബ്സിഡി, അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചിലവുണ്ട് സബ്സിഡി കൊടുക്കുന്നതിന്, എന്നാലും അത് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അവർക്കുണ്ടായി. ഇനി നമുക്കിൻ്റെ കീ അസംഷൻസ് നോക്കാം. കീ അസംഷൻസ് ഓഫ് ദ മോഡൽ. അല്ല, ഒന്നാമത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒളിഗോപൊളി സ്ട്രക്ചറാണ്. ദെയർ ആർ ഓൺലി എ ഫ്യൂ ഫേംസ് ആൻഡ് ദേ കമ്പീറ്റ് ഇൻ ക്വാണ്ടിറ്റീസ്. മനസ്സിലായല്ലോ, അത് കോർണർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ നോ കൊള്യൂഷൻ, അവിടെ കൊള്യൂഷൻ ഇല്ല. ഫേംസ് ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് കൊള്യൂഷൻ, അതായത് കൊള്യൂഷൻ ഇല്ലാതെ പരസ്പര ധാരണയോട് കൂടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഗവൺമെൻറ് ഇൻ്റർവെൻഷനാണ്. ഗവൺമെൻറ് ഇടപെടും. ഗവൺമെൻറ്റ്സ് ക്യാൻ ഇൻ്റർവെയിൻ ബൈ പ്രൊവൈഡിങ് സബ്സിഡീസ് ഓർ ഇമ്പോസിങ് ടാരിഫ്. ഇങ്ങനെ ടാരിഫ് ഇമ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് അവിടെ ഗവൺമെൻറ് ഇൻ്റർവെയിൻ ചെയ്യും. അടുത്ത് നമുക്ക് ഇതിൻ്റെ റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. സപ്പോസ് 2 എയറോസ്പേസ് കമ്പനീസ്, ബോയിങ് ആൻഡ് എയർബസ്. അതായത് ബോയിങ് എന്ന് പറയുന്നത് USA വിമാന നിർമ്മാണ കമ്പനിയാണ്. എയർബസ് എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ വിമാന നിർമ്മാതാക്കളാണ്. ഓക്കെ, ഇവർ രണ്ടുപേരും കമ്പീറ്റിംഗ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റിൽ മത്സരിക്കുകയാണ്. ഇഫ് ദ യൂറോപ്യൻ ഗവൺമെൻറ് പ്രൊവൈഡ്സ് സബ്സിഡീസ് ടു എയർബസ്, അതായത് എയർബസിന് യൂറോപ്യൻ ഗവൺമെൻറ് എന്ത് സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറഞ്ഞ ചിലവിൽ കൂടുതൽ വിമാനങ്ങൾ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് അറ്റ് എ ലോവർ കോസ്റ്റ്, allowing it to undercut Boeing's prices. അതായത് ബോയിങ്ങിൻ്റെ വിലയെക്കാട്ടിലും, അതായത് കാര്യം അവർക്ക് സബ്സിഡി കിട്ടി, അവർ കുറഞ്ഞ ചിലവിൽ വിമാനം നിർമ്മിക്കാൻ കഴിയും. അപ്പം അണ്ടർകട്ട് ബോയിങ്സ് പ്രൈസസ് ഓർ ക്യാപ്ചർ മോർ മാർക്കറ്റ് ഷെയർ, അവർക്ക് കൂടുതൽ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, ദിസ് മേ ലീഡ് ടു ബോയിങ് റെഡ്യൂസിങ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫലമായി ബോയിങ് എന്ത് ചെയ്യും? ഒന്ന് പതുങ്ങും. അതായത് അവരുടെ ഔട്ട്പുട്ട്, അവർ കൂടുതൽ വിമാനം നിർമ്മിക്കുന്നത് ഒന്ന് കുറയ്ക്കും. ഓക്കെ, അവർ കുറച്ച് വിമാനങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. എഫക്റ്റീവ്ലി ട്രാൻസ്ഫറിങ് സം ഓഫ്
പ്രോഫിറ്റ്സ് ടു എയർബസ്. അപ്പോഴത്തേക്ക് പ്രോഫിറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകും? അതായത് എയർബസിലേക്ക്, ബോയിങ്ങിൽ നിന്ന് പ്രോഫിറ്റ് എവിടേക്ക് പോകും? എയർബസിലേക്ക് പോകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.